പിന്നെ കണ്ട ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഈ സോഷ്യൽ മീഡിയ കണ്ട ഒരു പോസ്റ്റ് ഇന്ത്യൻ ഓർത്തഡോക്സുകാരുടെ തന്നെ ഒരു പേജിൽ വന്ന ഒരു പോസ്റ്റാണ്. പക്ഷെ അതൊരു വിമർശനാത്മകമായ പോസ്റ്റാണ്. ഇതാ ഈ പോസ്റ്റ്. പരിശുദ്ധാത്മാവ് പരിശുദ്ധ ത്രിത്വത്തിന്റെ യോഗ്യതയാൽ നമ്മെ തൊടുകയും അത്ഭുതകരമായ സൗഖ്യം നമ്മുടെ മേൽ അയക്കുകയും ചെയ്യുന്ന സമയം, ഈശോയെ, എന്റെ ഈശോയെ, നാനാവിധ വ്യഥകളാല് നീറിപ്പകഞ്ഞ് ജീവിതത്തില് അർത്ഥം നഷ്ടപ്പെട്ട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും. ഇത് യാക്കോബായ അച്ഛന്മാരാണ് ഈ പാമ്പ് കൊത്താൻ നിൽക്കുന്ന പോലെ കൈ വെച്ചോണ്ടിങ്ങനെ നിൽക്കുന്നത്. ഇങ്ങനെ നോക്കിക്കേ, ഇത് ഏത് ഇതാണ് കണ്ടോ? ഇത് സത്യത്തിൽ ഇന്ത്യൻ ഓർത്തഡോക്സുകാർ വിമർശിക്കാനിട്ടാണെങ്കിലും അത് നല്ല കാര്യമായിപ്പോയി അങ്ങനെ വിമർശിക്കാനാണ്. ഇത് ഏത് അന്ത്യോക്യൻ പാരമ്പര്യത്തിലാണ് ഇങ്ങനെ അനുഗ്രഹിക്കുന്നത്? നിങ്ങൾ നോക്കി, പാമ്പ് സർപ്പം കൊത്താൻ വേണ്ടി പത്തി പൊക്കി നിൽക്കുന്ന പോലെ ഓരോരോ വേഷം കെട്ടലുകൾ കണ്ടു. ഇപ്പൊ കൊത്തു എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് ഒന്നും പറയാനില്ല. ഇത് ചരിത്ര പ്രസിദ്ധമായ കോതമംഗലം പള്ളിക്കകത്താണ് ഈ ആഭാസം അല്ലെങ്കിൽ ഈ നാടകം നടത്തുന്നത്. അതിനെ ഇന്ത്യൻ ഓർത്തഡോക്സുകാരുടെ പേജിൽ വിമർശിച്ചു. കാര്യം ഇന്ത്യൻ ഓർത്തഡോക്സുകാർ പതിവായി വൃത്തികേടാ കാണിക്കുന്നെങ്കിൽ ഈ ഒരു കാര്യം ഒരു നല്ല കാര്യമായിപ്പോയി അവര് ഇട്ടത്. തകർന്നു വന്നിരിക്കുന്ന മക്കളാണ് എന്റെ ഈശോയെ. ഹല്ലേലൂയ. ഈ ആചാര്യന്മാര് അവരുടെ കരമുയർത്തി പ്രാർത്ഥിക്കുന്ന ഈ വേളയിൽ അവരോട് ചേർന്ന് ഞങ്ങൾ ഒറ്റ വിളി വിളിച്ചുകൊണ്ട് യേശുവേ, സോറി, ഞാനവിടെ ചരണം വിളിക്കായിരിക്കുന്നു. മൂട്ടി തപ്പി നോക്കണം, കാറിച്ചേക്കണം. യേശുവേ, സുറിയാനിക്കാരുടെ ഇങ്ങനത്തെ നിലവിളിയുണ്ടോ? എന്തിനാണ് ഇത്രയും ശബ്ദത്തിൽ കിടന്ന് കാറുന്നത്? എന്തിനാണ്? ദൈവം അങ്ങ് അകലെ 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 എങ്ങാണ്ടാണ്. ഇവൻ കാറിയാലും കേൾക്കുകയാത്ത ഏതോ ഒരു സ്ഥലത്ത് പോയി ഒച്ച വിളിച്ചു, കാറിക്കോ, റെഡി, 1 2 3, യേശുവേ. എവിടെ നിന്നാണ് ഈ അച്ഛന്മാർ ഈ അനുഗ്രഹം എല്ലാം കൊണ്ടുവരുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അച്ഛന്മാർ അനുഗ്രഹിക്കുന്ന കുർബാന മധ്യേ, വിശുദ്ധ കുർബാന നടക്കുന്നതിന് മധ്യേ ആശീർവാദം കൊടുക്കുമ്പോൾ പോലും അച്ഛൻ ഒരു കൈ ത്രോണോസിൽ വെച്ചുകൊണ്ട് ആ ത്രോണോസിൽ പിടിച്ചുകൊണ്ടാണ് അനുഗ്രഹിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അച്ഛൻ ഒരു കൈ ത്രോണോസിൽ പിടിച്ചുകൊണ്ട് ആണ് അനുഗ്രഹിക്കുന്നത്. ഇതിപ്പോ അച്ഛന്മാർ എവിടെ നിന്നാണ് ഈ സർപ്പ മാതൃകയിൽ നിന്ന് അനുഗ്രഹിക്കുന്നത്? എനിക്ക് ഇവിടെ കിട്ടുന്നില്ല. അച്ഛന്മാരെ നമുക്ക് തലേ കൈവച്ച് പ്രാർത്ഥിക്കാൻ കണ്ടിട്ടുണ്ടോ? ഒരു കൈ, ഇടത് കൈ മലർത്തി പിടിച്ചിട്ട് വലത് കൈ, അങ്ങനെയാണ് ട്രഡീഷണലി പ്രാർത്ഥിക്കുന്നത്. ഇടത് കൈ മലർത്തി പിടിച്ചുകൊണ്ട് വലത് കൈ കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കാരണം തന്നിൽ ആ കഴിവുകളൊന്നുമില്ല, തന്നിൽ യാതൊരു നന്മയുമില്ല, താനെ ഒരു ഡെലിഗേറ്റ് ആയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോഴും എന്താണ്, കരുണയിലാണ് താൻ അടിസ്ഥാനപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ ഇടത് കൈ ഇങ്ങനെ മലർത്തി പിടിച്ച് വലത് കൈ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നത്. അത് മാറിയിട്ട് കരിസ്മാറ്റിക് പ്രസ്ഥാനക്കാർ രണ്ട് കൈയും തലയിൽ വെച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കൂ എന്ന് പറയുമ്പോൾ അത് രണ്ട് കൈയും തല വെച്ച് കഴിയുമ്പോൾ അത് തൻ്റെ നന്മയാണ് കൊടുക്കുന്നത്. അപ്പൊ ഇതിന് ഈ സുറിയാനി സഭയിലെ പ്രാർത്ഥനകൾക്കും എല്ലാം എന്തുണ്ട്, അർത്ഥമുണ്ട്. അതിൽ ഒരച്ഛൻ ഒരു കൈ, ഈ ഇടത്തെ കൈ മലത്തി പിടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബോധ്യം മുഴുവൻ പൂർണ്ണമായിട്ട് തീർന്നിട്ടില്ല. ഞാനത് കണ്ട് കുറെ സമയം ഇരുന്ന് ചിരിച്ചു. നിങ്ങൾ നോക്കിയാൽ പാവ അച്ഛന്മാരുടെ ഓരോരുത്തരുടെ നിപ്പുണ്ടോ? ഈ വലത്തെ അറ്റത്ത് നിൽക്കുന്ന അച്ഛൻ, അത് ഈ രണ്ടച്ഛന്മാര് കൈ മലത്തി പിടിച്ചിരിക്കുന്നുണ്ടോ? ഒരു കൈയെ പൊങ്ങിയിട്ടുള്ളൂ, മറ്റേ കൈ. അതായത് നമ്മുടെ സഭയുടെ അല്ലെങ്കിൽ സുറിയാനി വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മിൽ നന്മകളൊന്നും ശേഷിക്കുന്നില്ല. മനസ്സിലായോ? അപ്പം ദൈവത്തിൽ നിന്നുള്ള നന്മകളെ ഒരു ചാലക ശക്തിയായി മാറുകയാണ്. ഇവിടെ രണ്ടച്ഛന്മാർ കൈ മലർത്തിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ് ഇത് കൈ മലർത്തിയാലും കൈ ഉയർത്തിയാലും ഇനി സർപ്പ മാതൃകയിൽ അനുഗ്രഹിച്ചാലും ഒക്കെ
ഈ വിളി ഒരു അന്യായ വിളിയായിപ്പോയി. അടുത്ത പ്രാവശ്യം തൊട്ട് ഇനി കുർബാനയ്ക്കും ഇങ്ങനത്തെ ഒരു വിളി ഉണ്ടാകുന്നതല്ല. കാരണം ദൈവം ഒന്ന് കേൾക്കട്ടെ, നമ്മൾ ഇവിടെയൊക്കെ ഉണ്ടെന്നൊന്ന് അറിയട്ടെ, ഒച്ചത്തിൽ വിളിച്ചോളാനാണ് പറയുന്നത്. അപ്പം ഇതൊരു ദൈവത്തിൽ കോൺഫിഡൻസ് ഇല്ലാത്തവരാണ് ഉച്ചത്തിൽ കടന്ന് അലറി വിളിക്കുന്നത്. അപ്പൊ ആ കോൺഫിഡൻസ് നഷ്ടം സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.